നിന്റെ കൂടെ ഒരു 100 വർഷം ജീവിക്കണുണ്ടാ? 100 വർഷമാ എന്റെ കൂടെയാ? 100 മതിയാ? എന്നാ 200. ഓക്കെ. നമുക്ക് എത്ര പിള്ളേര് വേണം? 5. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് പിള്ളേര് വേണ്ട. അതെന്താ? പിള്ളേരായ പൊന്നൂസിന് എന്നോടുള്ള സ്നേഹം അവരോട് പോവില്ലേ? എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം മതി. അമ്മായിയമ്മ എന്ത് പറയുന്നു? സുഖാണോ? അമ്മായിയമ്മയാ? ആരുടെ? പൊന്നൂസിന്റെ അമ്മേനെ വിളിച്ചാട് പൊട്ടാ. അമ്മായിയമ്മ എന്നല്ല, അമ്മാന്ന് വിളിച്ചാ മതി. ഓക്കെ. കല്യാണത്തിന് ശേഷം പൊന്നൂസ് ജോലിക്ക് പോകണ്ട. അതെന്താ? അപ്പൊ നമ്മളെങ്ങനെ ജീവിക്കും? ഞാൻ ജോലിക്ക് പോയി നിന്നെ പൊന്നു പോലെ നോക്കും. നമ്മൾ സ്നേഹത്തിലായ ശേഷം ഞാൻ എന്റെ അച്ഛനോട് സംസാരിച്ചിട്ടില്ല. അതെന്താ മിണ്ടാത്തെ? അച്ഛൻ തന്നെ ചീത്ത പറഞ്ഞ? ഭാവിയോടല്ലാതെ വേറൊരു ആണിനോടും ഞാൻ സംസാരിക്കില്ലെന്ന് അറിഞ്ഞൂടെ? പിന്നെ സ്നേഹം. എന്ന് രാവിലെ ഭാവി എനിക്കൊരു സെൽഫി അയക്കണം. അതെന്തിനാ? ഭാവിയെ മാത്രം കണി കണ്ട് എനിക്ക് ഉണരാൻ. I love you. I too love you. I three love you. ഈ ഭാവിയുടെ ഒരു തമാശ. ഭാവി, എനിക്ക് ഭാവിയുടെ കാലിന്റെ ഒരു ഫോട്ടോ വെച്ചു തരൂ. അതെന്തിനാ? ഭാവിയുടെ കാല് തൊട്ട് തൊഴാൻ. ഞാനൊരു കാര്യം പറഞ്ഞ പൊന്നൂസ് എന്നോട് ദേഷ്യപ്പെടും. ഭാവിയോട് ഈ പൊന്നൂസ് ദേഷ്യപ്പെടാനോ? അതിന് ഞാൻ ചാവണം. പൊന്നൂസ് മരിക്കുന്നതിന് മുമ്പേ എനിക്ക് മരിക്കണം. അത് പറ്റില്ല. എന്താ പറ്റാത്ത? ഭാവ ഇല്ലാത്ത ഈ ലോകത്ത് ഒരു നിമിഷം പോലും നിൽക്കാൻ ഈ പൊന്നൂസിനാവില്ല. ഭാവി പൊന്നൂസിനാവില്ല. ഭാവ മരിച്ച് അടുത്ത നിമിഷം ഞാനും മരിക്കും. പൊന്നൂസേ. ഭാവേ, നമ്മുടെ കല്യാണം കഴിഞ്ഞാ എന്റെ പേര് മാറ്റണം. എന്തിനാ? അച്ഛന്റെ പേര് മാറ്റി അവിടെ പൊന്നൂസിന്റെ പേര് വെക്കണം. പേരിന് പോലെ നമ്മൾ ചേർന്നിരിക്കണം. എന്നാ എന്റെ പേര് മാറ്റണം. എനിക്ക് ഭാവയുടെ പേരിനോട് ചേർന്നിരിക്കണം. നമ്മുടെ കല്യാണം കഴിഞ്ഞാലേ എന്ന് രാവിലെ എനിക്കൊരു ഉമ്മ തരണം. പൊന്നൂസ് ചായയും കൊണ്ടുവരുമ്പോ ഞാൻ പൊന്നൂസിന്റെ ബെഡിലേക്ക് വലിച്ചിട്ട് ഉമ്മ. ഈ ഭാവ എന്താ റൊമാൻറ്റിക്കാ? പോടുന്നു.